ഇംതിയാസ്, അവിടെ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഇപ്പോൾ കുറ്റ്യാടി ചുരം വഴി വാഹനങ്ങൾ പോകുമ്പോൾ നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീതിയുള്ള റോഡൊന്നുമല്ല, അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി ഈ താമരശ്ശേരി ചുരത്തിൽ ഇതിപ്പോൾ മൂന്നാമത്തെ എന്തോ അപകടമാണ് ഈ സംഭവിക്കുന്നത്. ഇതും ഒരു ആശങ്കയുടെ സാഹചര്യമാണല്ലോ അല്ലേ? സന്ധ്യ, തീർച്ചയായിട്ടും താമരശ്ശേരി ചുരത്തിൽ പലതവണ ഈ മണ്ണ് വീണിട്ടും മരം വീണിട്ടും ഒക്കെ പലതവണ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഗതാഗത നിയന്ത്രണവും അവിടെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരൊക്കെ എത്തി മരം നീക്കലടക്കമുള്ള പ്രവർത്തനങ്ങളൊക്കെ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് കുറച്ചുകൂടെ വലിയ സംഭവമാണ്. കാരണം ഈ വലിയ പാറക്കഷ്ണങ്ങളും മണ്ണും മരക്കൊമ്പുകളും അടക്കം റോഡിലേക്ക് പതിച്ചതോടുകൂടി അതുവഴിയുള്ള ഗതാഗതം, അതുവഴിയുള്ള യാത്ര വളരെയധികം ദുഷ്കരമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിവാരത്താണ്. ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അധികവും ഈ വലിയ വാഹനങ്ങളാണ്, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഈ താഴെ അടിവാരത്ത് പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം ഈ വാഹനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കയറി പോകണമെങ്കിൽ ആ മണ്ണും കല്ലുകളുമൊക്കെ പാറക്കല്ലുകളുമൊക്കെ പൂർണ്ണമായി മാറ്റണം എന്നുള്ളതാണ് കാര്യം. പക്ഷെ അത് നേരത്തെ കമലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കുറച്ചധികം പണിയുള്ള കാര്യമാണ്. കാരണം കംപ്രസർ അടക്കമുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ പൊട്ടിച്ച് നീക്കണമെങ്കിൽ. പൊട്ടിച്ച് നീക്കി അതിൻ്റെ അവശിഷ്ടങ്ങളടക്കം മാറ്റേണ്ടതുണ്ട്. ചേട്ടാ, നിങ്ങൾ ഇവിടെ എപ്പം വന്നതാ? ലോറി ഡ്രൈവറാണോ? ഇപ്പം വന്നാലേ? അധികം കംപ്രസറൊക്കെ വെച്ച് പാറക്കല്ലുകളൊക്കെ മാറ്റിയാലേ പോകാൻ പറ്റൂ. എന്താ ഇവരൊക്കെ പറയുന്നത്? അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എവിടെ നിന്നാ വരുന്നത്? ഞാൻ അരീക്കോട്. അതായത് വലിയ ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങളാണ് അധികം. താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കൊക്കെ കയറി പോകുന്ന വാഹനങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വാഹനങ്ങളും ഇന്നലെ രാത്രി മുതൽ തന്നെ വയനാട്ടിലേക്ക് അത്യാവശ്യമായി പോകേണ്ട വാഹനങ്ങളോ ഒക്കെ കുറ്റ്യാടി ചുരം വഴി പോകണമെന്ന് ഇന്നലെ തന്നെ നിർദ്ദേശം വന്നതാണ്. അതുവഴി കുറേ വാഹനങ്ങൾ അങ്ങനെ പോവുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ഒരു പ്രധാന പ്രതിസന്ധി കുറ്റ്യാടി ചുരം റോഡെന്ന് പറയുന്നത് വീതി കുറഞ്ഞ റോഡ് ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടെയും നേരിടുന്നുണ്ട്. എന്തായാലും അടിവാരത്ത് താഴെ ഭാഗത്ത് ഇപ്പോൾ ഇന്നലെ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം കുറേയധികം സ്വകാര്യ വാഹനങ്ങളുടെ, അതായത് മറ്റു ടൂറിസ്റ്റുകളുടെയൊക്കെ വരവ് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ലോഡ് കയറ്റി വന്ന വലിയ ലോറികളടക്കമുള്ളവയാണ് താഴെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്. പൂർണ്ണമായും ഉച്ചയോടുകൂടി ഒക്കെ പൂർണ്ണമായി ഇത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ പോലും ഇത്രയും വാഹനങ്ങൾ താഴെ കെട്ടി നിൽക്കുന്നത് കാരണം പതിയെ, അതായത് അവിടെ പോലീസ് പൂർണ്ണമായിട്ടും നിന്ന് വാഹനങ്ങൾ പതിയെ കയറ്റിവിടുക മാത്രമാണ് ചെയ്യാൻ കഴിയുക. രണ്ടാം വളവിൽ, അതായത് ഹെയർപിൻ രണ്ടാം വളവിലും അടിവാരത്ത് താഴെയായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് പോലീസ് നിൽക്കുന്നുണ്ട്. അറിയാതെ വരുന്ന വാഹനങ്ങളൊക്കെ വഴി തിരിച്ചുവിടുക, അതല്ലെങ്കിൽ അവരോട് ഇത് മാറ്റി കഴിയുന്നത് വരെ ഇവിടെ തുടരണം എന്നുമാണ് പറയുന്നത്. അതിൻ്റെ മറ്റു വളണ്ടിയേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇവിടെ ഉണ്ട് താനും. ചേട്ടാ, എപ്പം വന്നതാ ഇവിടെ? എപ്പം വന്നതാ? 3 മണി അല്ലേ? 3 മണിക്ക് വന്നാ? എവിടുന്ന് വരുന്ന? അവരൊക്കെ 3 മണിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം, ദൃശ്യങ്ങളൊന്നും കാണിക്കാമെന്ന് തോന്നുന്നു. അങ്ങ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയാണ്. അവിടെ അത്രയും അധികം ഒരുപാട് ദൂരത്തേക്ക് ലോറികൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. മുൻപെങ്ങും ഈ രീതിയിൽ ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പലപ്പോഴും താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായിട്ട് അടിവാരത്തൊക്കെ വാഹനങ്ങൾ പിടിച്ചു തരാറുണ്ട്. പക്ഷേ ഇത് കുറേ അധികം ദൂരം, അങ്ങോട്ടേക്ക് അധികം ദൂരം വാഹനങ്ങൾ അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഗതാഗത യോഗ്യമാക്കിയാൽ പോലും ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് ഈ ചുരം വഴി കയറി പോകുക എന്നത് അസാധ്യമാണ്. കുറേയധികം പോലീസൊക്കെ നിന്ന് കുറേ സമയം നിയന്ത്രിച്ചാൽ മാത്രമേ പതിയെ ഓരോ വാഹനങ്ങളായിട്ട് വലിയ വാഹനങ്ങളൊക്കെ കടത്തിവിടാൻ കഴിയുകയുള്ളൂ. എപ്പോഴും ഉണ്ടാവുന്നൊരു പ്രശ്നം, ഒരു ഭാഗത്തൂടെ വാഹനങ്ങൾ കയറി പോകുമ്പോൾ വയനാട്ടിൽ നിന്ന് താമരശ്ശേരി ഭാഗത്തേക്ക്, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പരിശോധനയും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ അവിടെ കിടന്നാൽ ഇവർക്ക് ഈ കയറി പോകുന്നതൊക്കെ ഇത് സാധ്യമാണോ, ഇങ്ങനെ കടത്തിവിടുന്നതൊക്കെ?
അത് പോലീസ് കൃത്യമായി തന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം വളവിലും അടിവാരത്തും താഴെ ഭാഗത്തായിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. മറ്റു വൈറ്റ് ഗാർഡിന്റെ അടക്കം വളണ്ടിയർമാരും അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ഏത് വാഹനം വന്നു കഴിഞ്ഞാലും അവിടെ നിർത്തി പോലീസ് അവരോട് എവിടേക്കാണ് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അതുവഴി കടത്തിവിടുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ മണ്ണ് വീണതിന്റെ ഒരു ഭാഗം ചെളി അവിടെയുള്ള കുറച്ചു ഭാഗത്തെ ചെളിയും മണ്ണുമൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുവഴി ഇരുചക്ര വാഹനങ്ങൾക്കും ചെറിയ കാറുകൾക്കുമൊക്കെ പോകാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അത് അത്യാവശ്യക്കാർക്ക് വേണ്ടി പോകാൻ മാത്രമുള്ളതാണ്. അതല്ലാത്ത പക്ഷം പൂർണ്ണമായിട്ടും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും.